മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരാളുടെ മനസ്സ് മനസ്സിലാക്കി ആശ്വസിപ്പിക്കുവാനും പരിമിതികൾ നോക്കാതെ സ്നേഹിക്കുവാനും നല്ല മനസ്സുള്ളവർക്കു മാത്രമേ കഴിയൂ. മറ്റുള്ളവരുടെ നാവിൽ നിന്നും ഒരാളെയും അറിയാൻ ശ്രമിക്കരുത്. കാരണം എല്ലാവരും എല്ലാവർക്കും ഒരുപോലെയാകില്ല. മുനയൊടിഞ്ഞ് തേഞ്ഞ് തീരാറാവുമ്പോഴാകും മനസ്സിലാവുക. ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിൽ ആയിരുന്നു നിങ്ങളെന്ന്. ഭക്തരെ, വെറും താൽക്കാലികമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥിരമായ ഒരു തീരുമാനം എടുക്കരുത്. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. കാരണം അനന്തരഫലങ്ങൾ നേരിടേണ്ടത് നിങ്ങൾ തന്നെയാണ്. ചിരിച്ചു നടക്കുന്ന പലരുടെയും ജീവിതം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സന്തോഷമുള്ളതായിരിക്കില്ല. ആ ചിരിക്ക് പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. ഭക്തരെ, മറ്റാരും ചെയ്തില്ലെങ്കിലും സ്വയം സ്നേഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. സ്വന്തം നേട്ടങ്ങളിൽ സ്വയം അനുമോദിക്കുകയും ചെയ്താൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നിങ്ങൾക്ക് ലഭിക്കും. ജീവിതത്തിൽ എല്ലാ മോശ സാധ്യതകളും നിങ്ങൾ സങ്കൽപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തുഷ്ടരാകാൻ കഴിയില്ല. ഭക്തരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തുവിടരുത്. പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ: സന്തുഷ്ടമായ കുടുംബം, യഥാർത്ഥ സ്നേഹം, സമയം, അറിവ്, ബഹുമാനം, മനസ്സമാധാനം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം നോക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതായിരിക്കും. ഭക്തരെ, ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ വഴി മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല പുണ്യങ്ങളിലൊന്ന്. ഭക്തരെ, തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകളുമായി നടക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കണ്ടെത്തിയ നേർവഴികളിലൂടെ തനിച്ച് നടക്കുന്നതാണ്. പിന്നിട്ട വഴികളിലെ അനുഭവവും പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകുന്നത്. ജീവിതമാണ് ഏറ്റവും വലിയ രഹസ്യം. അത് നമ്മെ എവിടെ എത്തിക്കുമെന്നും എപ്പോൾ അവസാനിപ്പിക്കുമെന്നും ആർക്കും പറയാൻ സാധിക്കില്ല. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്തു നിർത്തുക. സത്യമാണെങ്കിലും പറയരുത്, സന്ദർഭം ഉചിതമല്ലെങ്കിൽ. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. ഏതൊരു മനുഷ്യൻ്റെയും വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. ഭക്തരെ, നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം നിയന്ത്രിക്കുന്നുവോ അത്രയും നിങ്ങളുടെ ജീവിതം ശാന്തമായി മാറും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.